നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 274 274. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 274. തൃതീയ സ്കന്ധത്തിൽ 22-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. തൃതീയ സ്കന്ധത്തിൽ 22-ാം അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകം. അത് മൈത്രേയ ഉവാച സ ഉഗ്രധന്യദേവ ഭാഷ ആസീശ്ച തൂഷ്ണീം അരവിന്ദനാഭം ധിയോപഗൃണ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോ ലുലുഭേ ദേവഹൂത്യ. ഇതാണ് ശ്ലോകം. ഉഗ്രമായ ധനുസ്സോടുകൂടിയ വിതുര, അതായത് വിതുരർ മോശക്കാരനായിരുന്നില്ല. ഉഗ്രമായ ധനുസ്സോടുകൂടിയ വിതുര അദ്ദേഹം ഇത്രമാത്രം പറഞ്ഞു: ശ്രീനാരായണനെ ബുദ്ധി കൊണ്ട് സ്മരിച്ചുകൊണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രീനാരായണനെ ബുദ്ധി കൊണ്ട് സ്മരിക്കണം, അറിഞ്ഞ് സ്മരിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. എന്നിട്ടോ സ്മരിച്ചുകൊണ്ട് മൗനമായിരുന്നു. മന്ദഹാസത്താൽ ശോഭിക്കുന്ന മുഖത്താൽ ദേവഹൂതിയുടെ മനസ്സിനെ മോഹിപ്പിച്ചു. ഇനിയൊരു ഭാവാർത്ഥം. അതായത് ഏത് ഹയ്യസ്റ്റ് ലെവലിലും സഭ്യമായ സ്നേഹപ്രകടനമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭ്യമായിട്ടുള്ളതായിരിക്കണം. മൈത്രേയൻ പറഞ്ഞു: ഭഗവത് ഭക്തിയാകുന്ന ബലമേറിയ ധനുസ്സിനാൽ. അതായത് വിതുരരുടെ കയ്യിൽ വലിയ ബലമുള്ളൊരു വില്ലുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും ഇന്നേ വരെ അദ്ദേഹം യുദ്ധം ചെയ്തിട്ടില്ല ആരോടും. കാരണം അദ്ദേഹം ആരാ? സമാധാനത്തിൻ്റെ ഉത്തര ഉദാഹരണമാണ് വിതുര നീതി. അദ്ദേഹത്തിനെ എന്താണ് പറയുക, അദ്ദേഹത്തിൻ്റെ ലെവൽ ഓഫ് തിങ്കിങ് ഈസ് എന്താണ് സത്യത്തിൽ സമാധാനമാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ടായില്ല? ദുര്യോധനന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറയണു, ഭഗവത് ഭക്തിയാകുന്ന ബലമേറിയ ധനുസ്സിനാൽ ഇന്ദ്രിയങ്ങളാകുന്ന നിത്യശത്രുക്കളെ ജയിച്ചിരിക്കുന്ന ഹേ വീരനായ വിതുര. യുദ്ധത്തിൽ ജയം തോൽവിയുണ്ട്, പക്ഷെ വിതുരരുടെ യുദ്ധത്തിൽ തോൽവില്ല, ജയം മാത്രമേ ഉള്ളൂ. അങ്ങയെപ്പോലെ തന്നെ ജിതേന്ദ്രനായ ആ കർദമമുനി, അങ്ങയെപ്പോലെ ജിതേന്ദ്രനായ കർദമമുനി ഇത്രമാത്രം പറഞ്ഞിട്ട്, ആ കർദമമുനി ഇത്രമാത്രം പറഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന താമരപ്പൂവനാൽ അലങ്കരിക്കപ്പെട്ട നാഭിയോടുകൂടിയിരിക്കുന്ന ശ്രീനാരായണമൂർത്തിയിൽ ബുദ്ധിവൃദ്ധിയെ നിലനിർത്തി മൗനിയായിരുന്നു. മന്ദഹാസത്താൽ അതിപ്രകാശമുള്ള മുഖത്താൽ ദേവഹൂതിയുടെ ചിത്തത്തിൽ മോഹത്തെ ജനിപ്പിക്കുകയും ചെയ്തു. ഇത്രയും 10,000 സംവത്സരങ്ങൾ തപസ് ചെയ്തിട്ടുള്ള ഒരാൾക്കും ദേവഹൂതിയുടെ മനസ്സിനെ തൻ്റെ വശത്താക്കി തീർക്കാനുള്ള വിചാരധാര ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 22-ാമത്തെ ശ്ലോകം. സ അനുജ്ഞാത്വാ വ്യവസിതം മഹിഷ്യാ ദുഹിതുസ്ഫുടം
തസ്മൈ ഗുണഗണാഢ്യായാദതു തുല്യാം പ്രഹർഷിതാം. അതിനെന്താ വാക്കാർത്ഥം പറഞ്ഞത്? അനന്തരം അദ്ദേഹം ഭാര്യയുടെയും പുത്രിയുടെയും നിശ്ചിതത്തെ സ്പഷ്ടമായി അറിഞ്ഞിട്ട് ഏറ്റവും സന്തുഷ്ടനായിട്ട് ഗുണഗണങ്ങൾ തികഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിനായിക്കൊണ്ട് അനുരൂപയായ കന്യകയെ നൽകി. വിവാഹം അയ്യോടെ ഈ മുനിക്ക് തന്നെ പുത്നി, അതിൻ്റെ ഭാവാർത്ഥം, ഈ മുനിക്ക് തന്നെ പുത്രിയെ നൽകണമെന്ന് ഭാര്യയും അദ്ദേഹം തന്നെ എനിക്ക് ഭർത്താവായിരിക്കണമെന്ന് മകളും പ്രകാശിപ്പിക്കുന്നതായ അഭിപ്രായം നന്നായി അറിഞ്ഞ മനു സന്തോഷസഹിതനായിട്ടും ഗുണഗണസമ്പന്നനായ കർദമന് അതുപോലെ തന്നെ ഗുണാഢ്യയായിരുന്നത് കൊണ്ട് അനുരൂപയായ കന്യയെ ദാനം ചെയ്തു. അതായത് എല്ലാം ഉത്തമോത്തമായിരിക്കണം എന്നാ തിങ്കിങ്ങിൽ, അവസ്ഥയിൽ, മാനസിക അവസ്ഥയിൽ എന്താണ് കർദമ പ്രജാപതി ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ ദേവഹൂതിയും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ കണ്ടുള്ള വേഴ്സുകളൊക്കെ ആശ്രയമായിട്ട് ആവിയായിട്ട് പോകും, ഒന്നും ഉണ്ടാവില്ല. ഇനി 23-ാമത്തെ ശ്ലോകം നോക്കൂ. ശതരൂപാ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോപര്യതാത് പ്രീത്യാ ഭൂഷാവാസപരിഷ്ഠതാൻ. അതിൻ്റെ വാക്കാർത്ഥം ചക്രവർത്തിനിയായ ശതരൂപ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള വളരെ വിലയുള്ള സമ്മാനങ്ങളെ ഭാര്യാഭർത്താക്കന്മാർക്ക് സന്തോഷത്തോടുകൂടെ, അല്ലലോടുകൂടി കൊടുക്കരുത്, സന്തോഷത്തോടുകൂടി കൊടുക്കണം. വാക്കുകൾ ഉപയോഗിക്കണത് ഇപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിലും അതെന്തായിരിക്കണം, പഠിപ്പിക്കുകയാണെങ്കിലും സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കണം, അതേ നിലനിൽക്കുള്ളൂ. അതിനേക്കാൾ വലിയ ശ്രേഷ്ഠമായിട്ട് ഒരു സംഗതി ഈ ലോകത്തിലില്ല, സന്തോഷത്തോടു കൂടി കൊടുക്കുക, വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ദാനം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം രണ്ടുപേര്. മഹാരാജ്ഞിയായ ശതരൂപ എന്താണെന്നാ പറയുക, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഗൃഹത്തിന് ഉപയോഗിപ്പാൻ യോഗ്യങ്ങളായ പാത്രങ്ങൾ മുതലായ അധികം വിലപിടിച്ച സാധനങ്ങളെ സ്ത്രീധനമായിട്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് സന്തോഷപൂർവം നൽകി എന്നാണ്. മനസ്സിലായില്ലേ? ഇനി 24-ഉം 25-ഉം ആണ് ശ്ലോകം. എന്താത്? പ്രത്താം ദുഹിതരം സാമ്രാട് സദൃക്ഷായ ഗതവ്യത ഉപഗുഹ്യാച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മതിദാശയാം അശക്നുവം സ്തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹു ആസിഞ്ചതം ഭവത്സേധി നേത്രോദൈർദുഹിദുശിഖാഹ. ഇതാണ് ശ്ലോകം. സദൃശനായവന്, അതായത് ഒരേപോലെ സദൃശനായവന് നൽകപ്പെട്ട പുത്രിയെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തിട്ട് ഉത്കണ്ഠ നിമിത്തം കലങ്ങിയ മനസ്സോടുകൂടിയവനായിട്ട് അവളുടെ വിരഹത്തെ സഹിപ്പാൻ അശക്തനായിട്ട് കണ്ണൂർ തുള്ളിയെ ചൊരിഞ്ഞവനായിട്ട് പ്രിയപുത്രിയെ പറഞ്ഞിട്ട് പുത്രിയുടെ തലമുടികളെ ബാഷ്പധാരയാൽ നനച്ചു. അതായത് അച്ഛനും അമ്മയും മകളോട് യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരു സന്ദർഭം നമ്മൾ മനസ്സിൽ കണക്കാക്കുക. അപ്പോൾ യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ സ്വതസിദ്ധമായ പരിലാളനകളെ കൊണ്ട് അച്ഛൻ്റെ മാറിൽ മകള് തല ചായ്ക്കും. അപ്പോൾ അച്ഛൻ ആനന്ദാശ്രുക്കൾ വിടുകയാണ്. ഞാൻ എൻ്റെ മോളെ നോക്കി വലുതാക്കി ശ്രേഷ്ഠനായ ഒരുവനെ കയ്യിലേൽപ്പിച്ച് ഞാനിതാ യാത്രയാവുന്നു. അപ്പോൾ അത് ആനന്ദക്കണ്ണീരാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അവളുടെ തലമുടികളെ നനച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണീരൊഴുക്കി ഇല്ലേ?
അതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. അനുരൂപനായ വരനായിക്കൊണ്ട് പുത്രിയെ നൽകുവാൻ സാധിച്ചതിനാൽ, ഇവിടെ ആരാണ് മാച്ച് മേക്കർ? സാക്ഷാൽ ശ്രീഹരി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രീഹരിയാൽ മാച്ച് ചെയ്യപ്പെട്ട വധൂവരന്മാർ എത്രത്തോളം ശ്രേഷ്ഠന്മാരായിരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ പറഞ്ഞു, പുത്രിയെ നൽകുവാൻ സാധിച്ചതിനാൽ ചക്രവർത്തിയുടെ മനോദുഃഖം മുഴുവനും തീർന്നു. സന്തോഷം തന്നെയാണ്, മനോദുഃഖം തീർന്നു. 2 കൈകൾ കൊണ്ടും മകളെ ആലിംഗനം ചെയ്ത് പിരിഞ്ഞു പോകേണ്ടി വരുന്നത് കൊണ്ടുണ്ടായ ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ക്ഷോഭിപ്പിച്ച് വിരഹം സഹിക്കവയ്യാതെ ആയതിനാൽ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ വീണു തുടങ്ങി. അമ്പാ വത്സേ, നിന്നെ പിരിയേണ്ടതായി വന്നിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർ കൊണ്ട് മകളുടെ ശിരസിൽ അഭിഷേകം ചെയ്തു. ഇതാണ് ആ സാഹചര്യം അവിടുത്തെ. ഇനി 26-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ആമന്ത്രതം മുനിവരം അനുജ്ഞാതസഹാനുക പ്രതസ്തേരഥമാരുഹ്യ സഭാര്യ സ്വപുരം നൃപാം. ആ മുനിശ്രേഷ്ഠനോട് യാത്ര പറഞ്ഞിട്ട് അനുവദിക്കപ്പെട്ടവനും അകമ്പടിയോടും ഭാര്യയോടും കൂടിയ രാജാവ് രഥത്തിൽ കയറിയിരുന്ന് സ്വപുരം സ്വരാജധാനിയെ പ്രാപിപ്പാനായി പുറപ്പെട്ടു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ആ മുനിശ്രേഷ്ഠനോട് യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങിയ ശേഷം പരിവാരങ്ങളോടും ഭാര്യയോടും കൂടെ രഥത്തിൽ കയറിയിരുന്ന് സ്വരാജധാനിയെ പ്രാപിപ്പാനായി പുറപ്പെട്ടു. 27-ാമത്തെ ശ്ലോകം. ഉഭയോ ഋഷികുല്യായ സരസ്വത്യാസുരോധസോ ഋഷീണാമുപശാന്താനാം പശ്യന്നാശ്രമസമ്പദാം. മുനികുലത്തിനുചിതമായ സരസ്വതി നദിയുടെ 2 തീരങ്ങളിലുള്ള ശാന്തിയെ പ്രാപിച്ചിരിക്കുന്ന ഋഷികളുടെ ആശ്രമങ്ങളിലെ അഭിവൃദ്ധികളെ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ പിന്നെ പൂർണ്ണം അവശേഷിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തല്ലേ. അറ്റ് ഇറ്റ്സ് പീക്ക് നോക്കിയിട്ട് പുറപ്പെട്ട് സഞ്ചരിച്ചുവെന്ന് മുൻ ശ്ലോകത്തോട് ചേർന്ന് അന്വയിപ്പിക്കാം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഋഷികുലങ്ങൾക്ക് സ്നാനപാനാദികൾ ചെയ്യുവാൻ യോഗ്യയായ സരസ്വതി നദിയുടെ 2 തീരങ്ങളിലും വസിക്കുന്ന ശമാധി ഗുണയുക്തന്മാരായ മുനികൾ. എന്താ ശമാധികൾ? ഐശ്വര്യം തളം കെട്ടി നിൽക്കുന്നവർ, എന്നാൽ അത് പ്രകടമാക്കാത്തവരും, എല്ലാം ഉദിക്കും കൊണ്ട് ആർക്കും തൻ്റെ ഐശ്വര്യങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ കാണിക്കാതെ കണ്ട് എന്നൊക്കെ അർത്ഥം പറയണം. ആശ്രമങ്ങളിലുള്ള ഭഗവത് ആരാധന ഉചിതങ്ങളായ തുളസ്യാദി പുഷ്പ സമൃദ്ധികളെയും മറ്റും കണ്ടുകൊണ്ട് സ്വപുരത്തേക്ക് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. 28-ാമത്തെ ശ്ലോകം. തം ആയാന്ധം അഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഗീതസംസ്തുതിവാദിത്രേ പ്രത്യുദീയു പ്രഹർഷിത. അപ്പോൾ ആഗമിക്കുന്ന സ്വനാഥൻ എന്നറിഞ്ഞിട്ട് ബ്രഹ്മാവർത്തത്തിൽ നിന്ന് പ്രജകൾ അതിസന്തോഷമുള്ളവരായിട്ട് പാട്ട്, സ്തുതി, വാദ്യങ്ങൾ എന്നിവയോടുകൂടെ രാജാവിനെ എതിരേറ്റു. അതായത് തൻ്റെ മകളെ അനുയോജ്യനായ ഭർത്താവിന് കൊടുത്തതിൻ്റെ ശേഷം സന്തോഷഭരിതനായി വന്നിരിക്കുന്ന രാജാവ് അദ്ദേഹത്തെ അവിടെയുള്ള സഭാവാസികളെല്ലാവരും പാട്ടും നിർത്തും ജയ ജയ ശബ്ദം നമ ശബ്ദത്തോടു കൂടി എതിരേറ്റു എന്ന് പറയാം നമുക്ക്. തങ്ങളുടെ രക്ഷിതാവായ ചക്രവർത്തി തിരികെ എഴുന്നള്ളുന്ന വിവരം അറിഞ്ഞിട്ട് പ്രജകൾ വാദ്യഘോഷത്തോടുകൂടെ ബ്രഹ്മാവർത്തത്തിൽ നിന്ന് എതിരേറ്റ് ഗമിച്ചു എന്ന് പറഞ്ഞു. 29. ബർഹിഷ്മതി നാമപുരി സർവസമ്പൽ സമന്യുത
ഇദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബർഹിഷ്മതി നാമപുരി സർവസമ്പൽ സമന്വിത നൃപതന്യത്ര രോമാണി യജ്ഞസ്യാംഗം വിധുന്വതാം. ശരീരത്തെ കുടയുന്ന യജ്ഞവരാഹമൂർത്തിയുടെ രോമങ്ങൾ യാതൊരു സ്ഥലത്തിൽ നിപതിച്ചുവോ, അതാണ് ഈ ബർഹിഷ്മതി എന്നുള്ള സ്ഥലത്തിൻ്റെ പേരിൻ്റെ ഗുണം. സകല സമ്പത്തുകളോടുകൂടി ബർഹിഷ്മതി എന്നു പേരായ രാജധാനി അവിടെയാവുന്നു. എല്ലാറ്റിനും അനുയോജ്യമായ പേരുകളും സകല സമ്പത്തുകളും നിറഞ്ഞിരിക്കുന്ന ബർഹിഷ്മതി എന്ന രാജധാനി ബ്രഹ്മാവർത്തത്തിൽ യജ്ഞവരാഹമൂർത്തിയുടെ ശരീരം കുടഞ്ഞ സമയം രോമങ്ങൾ വീണ സ്ഥലത്തിൽ നിൽക്കുന്നു. മനുവിൻ്റെ രാജധാനിക്ക് പേർ ബർഹിഷ്മതി എന്നാകുന്നു. ആ പേരുണ്ടാവാൻ കാരണം വരാഹമൂർത്തിയുടെ ശരീരത്തിൽ നിന്ന് ബർഹിസുകൾ രോമങ്ങൾ വീണ സ്ഥലം. അത് മനുഷ്യൻ്റെ തലമുടിയിൽ നിന്ന് പോകുന്ന രോമത്തിനെ പോലെയല്ല. അത് യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ്. ദർഭപ്പുല്ലുകളായിട്ട് മാറിയത് പിന്നെ വീണ സ്ഥലം ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. ഇനി 30-ാമത്തെ ശ്ലോകം. കുശാകാശാസ്ത ഏവാസൻ ശശധരിതവർച്ചസാ ഋഷയോ യൈ പരാഭാവ്യ യജ്ഞ നൃജ്ഞമീജിരേ. അവ തന്നെ എപ്പോഴും പച്ച നിറമുള്ള കുശങ്ങളും കാശങ്ങളുമായിട്ട്, പച്ച നിറമാണ് പുല്ലായിട്ട് നിൽക്കുമ്പോൾ, പിന്നെ അത് ഉണങ്ങുമ്പോഴാണ് അതിന് ഒരു സിമൻറ്റ് കളർ മാതിരി വരുന്നത്, അല്ലെങ്കിൽ വെളുപ്പ് നിറമായിട്ട് വരുന്നത്, ഭവിച്ചു. യാഗങ്ങളെ ഹനിക്കുന്നവരെ ജയിച്ചിട്ട് ഋഷികൾ യജ്ഞസ്വരൂപനെ പൂജിച്ചു. ഋഷികൾ അതായത് യാഗങ്ങളെ ഹനിക്കുന്നവരെ, യാഗങ്ങളെ നിരന്തരം എന്താണെന്നാ പറയുക, ദംസിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഹനിക്കുന്നവരെ, ഇല്ലാതെ കണ്ടാക്കുന്നവരെ ജയിച്ചിട്ട് ഋഷികൾ യജ്ഞസ്വരൂപനെ പൂജിച്ചു. അതായത് സാക്ഷാൽ ശ്രീഹരിനെ പൂജിച്ചു എന്ന് പറയുന്നു. ഭഗവാന്റെ വരാഹ ശരീരത്തിൽ നിന്ന് വീണ രോമങ്ങളാണ് ദർഭകളായിട്ടും കാശപ്പുല്ലുകളായിട്ടും ഭവിച്ചിരിക്കുന്നത്. അവയെ പരത്തി വിരിച്ചാൽ അവിടെ യാഗഭംഗം വരുത്തുന്ന രാക്ഷസന്മാർ വരികയില്ല. അത്ര മാഹാത്മ്യമുള്ള ആ ദർഭകളെ കൊണ്ട് ഋഷികൾ യാഗവിഘ്നകാരികളായ രാക്ഷസന്മാരെ അകറ്റിയിട്ട് യജ്ഞഫലദാനം ചെയ്യുന്ന ഭഗവാനെ പൂജിച്ചു എന്ന് പറയണം. ഇനി 31-ാമത്തെ ശ്ലോകം. കുശകാശമയം ബർഹിരാസ്തീര്യ ഭഗവാൻ മനു അയജദ്യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം. അപ്പോൾ പറഞ്ഞു, ഐശ്വര്യപൂർണനായ മനു യാതൊരുവനിൽ നിന്ന് ഭൂമിയാകുന്ന സ്ഥാനത്തെ ലഭിച്ചിട്ട് കുശം കാശം എന്ന രൂപമായ വിരിയെ, അതായത് ദർഭപ്പുല്ലുകളാൽ വിരിക്കപ്പെട്ട ഭൂമിയെ പരത്തിയിട്ട് ഫലദാതാവായ ഈശ്വരനെ പൂജിച്ചു. ഫലദാതാവ് ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്ദേശമായിത്തീരേണ്ടത്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ജ്ഞാനൈശ്വര്യപരിപൂർണനായതുകൊണ്ട്, ജ്ഞാന ഐശ്വര്യപരിപൂർണനായതുകൊണ്ട് ഭഗവാനെന്ന് പറവാൻ യോഗ്യനായിരിക്കുന്ന മനു. അപ്പോൾ ഒരാളെ ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യണമെങ്കിൽ ജ്ഞാന ഐശ്വര്യ പരിപൂർണനായവണം. കുശങ്ങളെയും കാശങ്ങളെയും പരത്തി വിരിച്ചിട്ട് യജ്ഞപുരുഷനായ വരാഹമൂർത്തിയെ ആരാധിച്ചു. ബർഹിഷ്മതി എന്ന പേർ ആ വിധത്തിലുണ്ടായി. ആ ഭഗവാനിൽ നിന്ന് ഭൂമിയെ സ്ഥാനമായിട്ട് ലഭിച്ചു. അതായത് ഭഗവാനെ പൂജിച്ചതിൻ്റെ എന്താണെന്നാ പറയുക, സന്തോഷം എങ്ങനെയാണ്, ഭഗവാൻ പ്രീതിയോടുകൂടി എന്താ ചെയ്തത്, ഈ ഭൂമിയെ വാസം ചെയ്യാൻ, ആവാസം ചെയ്യാൻ വേണ്ടി കൊടുത്തു എന്നർത്ഥം.
അതുവരെ ഭൂമി ഉണ്ടായിരുന്നില്ല, ഭൂമി സമുദ്രത്തിലായിരുന്നു. അപ്പോൾ മനുവിനും മനുവിൻ്റെ സന്താനങ്ങൾക്കും വസിപ്പാനുള്ള സ്ഥാനമായിട്ട് വരാഹമൂർത്തി മനുവിന് ഈ ഭൂമിയെ നൽകി എന്ന് സാരം. അതിനെ നമ്മൾ പങ്കിട്ട് യുദ്ധം ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്. 32ാമത്തെ ശ്ലോകം. ബർഹിഷ്മതീം നാമ വിഭുര്യാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയ വിനാശനം. എല്ലാവിധ അസ്ഖിതകളും ഇല്ലാതെ കണ്ടാക്കേണ്ടതാണ് ഈ ഭൂമി. അത് അങ്ങനെ അല്ലെങ്കിൽ അതിന് കാരണം നമ്മുടെ വിവരക്കേടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറയണു, സർവസമർത്ഥനായ മനു എല്ലാറ്റിനും സമർത്ഥനാണ്. സമർത്ഥനായ മനു ബർഹിഷ്മതി എന്ന് പേരായ യാതൊന്നിനെ പ്രവേശിച്ചിട്ട് അതിലുള്ള 3 വിധ താപങ്ങളെ, അതായത് പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ, 3 വിധ താപത്രയങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന ഭവനത്തെ പ്രവേശിച്ചവനായിട്ട് സുഖമായി വസിച്ചു. ഒരു വീട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും വേണമെന്നുണ്ടെങ്കിൽ സമ്പത്തിനെ പറ്റിയുള്ള ഉത്കണ്ഠ ഉണ്ടാവരുത്. ഐദർ സ്പൗസ്, ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ആശങ്കകൾ ഉണ്ടാവരുത്. പിന്നെ അവരവരുടെ മക്കളെപ്പറ്റി ആശങ്ക ഉണ്ടാവരുത്. അവിടെയാണ് ശരിയായ ശാന്തിയും സമാധാനവും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു, സമർത്ഥനായ മനു ബഹിർഷ്മതി എന്നു പേരായ ആ രാജധാനിയിൽ പ്രവേശിച്ചിട്ട് അവിടെയുള്ള തൻ്റെ ആസ്ഥാനത്തിൽ, അരമനയിൽ, രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചു. ആ ഭവനത്തിൽ വസിക്കുന്നവർക്ക് ആധ്യാത്മികാദികളായ 3 വിധ താപങ്ങളും ഉണ്ടാകയില്ല. കാരണം എന്താണ്? ഈശ്വരനെ പൂജിച്ച് കിട്ടിയിട്ടുള്ള സ്ഥലത്ത് പിന്നെ ഭൗതികയുടെ ശകലങ്ങളെ പറ്റി പറഞ്ഞിട്ട് ആപത്ത് വരുത്തരുത്. 33ാമത്തെ ശ്ലോകം കുറച്ച് നീണ്ടതാണ്, 3 വരി ശ്ലോകമാണ്. സഭാര്യാസ പ്രജക്കാമാൻ ഭുഭുജേ അന്യാവിരോധത സംഗീതമാനസ്ത സത്കീർത്തി സസ്ത്രീഭീസുരഗായകൈ പ്രത്യുഷേഷ്യനുബദ്ധേന ഹൃദാ ശൃണ്ണൻ ഹരേ കഥ. ഹരിയുടെ കഥ പറയുന്നതും കൂടി ഉണ്ടായാലോ ടോട്ടാലിറ്റി ജയിച്ചു. ഭാര്യയോടും പുത്രന്മാരോടും കൂടിയവനായിട്ട് സ്ത്രീകളോട് കൂടിയവരായ ഗന്ധർവാദികളാൽ നന്നായി ഗാനം ചെയ്യപ്പെടുന്ന ശോഭനകീർത്തിമാനായിട്ട് പ്രാതകാലത്തിൽ അതിൽ തന്നെ വയ്ക്കപ്പെട്ട മനസ്സുകൊണ്ട്, അതായത് എന്ത് ഗാനം അവിടെ പൊഴിക്കണത്? ഭഗവാനെ പറ്റിയിട്ടുള്ള സ്തുതി സ്തോത്രങ്ങളാണ്. അപ്പോൾ അതിൽ വയ്ക്കപ്പെട്ട മനസ്സുകൊണ്ട് ഭഗവാന്റെ കഥകളെ കേൾക്കുന്നവനായിട്ട് ഇതര പുരുഷാർത്ഥങ്ങൾക്ക് വിരോധമില്ലാത്ത വിധത്തിൽ രാജഭോഗങ്ങളെ ഭുജിച്ചു. അതായത് കാമക്രോധ മത മത്സര ലോഭ ഭയാദികളില്ലാതെ കണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സർവശ്രേഷ്ഠമായ ധർമ്മത്തെ പറ്റി അറിയണം. ആ ധർമ്മം കൊണ്ട് ഉള്ള അർത്ഥം ദുഃഖത്തെ തരുന്നതല്ല. അപ്പോൾ ധർമ്മമായി, അർത്ഥമായി, അങ്ങനെയുള്ള ആർക്കും ഉപദ്രവമില്ലാത്ത ഈശ്വരോപാസന എന്ന ധർമാർത്ഥ കാമം, അത് തരുന്നത് എന്താ? മോക്ഷം. ധർമാർത്ഥ കാമ മോക്ഷം. അപ്പോൾ അതിനെ ഭുജിച്ചു, അതാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഭാര്യയോടും പ്രജകളോടും കൂടിച്ചേർന്ന് ധർമാർത്ഥ മോക്ഷങ്ങൾ എന്ന 3 പുരുഷാർത്ഥങ്ങൾക്കും വിരോധം വരാത്ത വിധത്തിൽ. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്താ? ഒരാൾ എക്സ്ട്രാ ഓർഡിനറി ഡിവൈൻ ആക്ടിവിറ്റീസിൽ പോയാൽ കല്യാണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഭാര്യാസുഖം, ഭർത്താവിൻ്റെ സുഖം ഇല്ലാണ്ടാവുമോ? സന്തതി പരമ്പരകൾ ഇല്ലാണ്ടാവുമോ? ആർഭാടങ്ങളില്ലാതെ കണ്ടാവുമോ എന്നൊക്കെയാണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ആകുലപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഭുക്തിമുക്തിപ്രദ അർഹമായ രീതിയിലുള്ള ധർമാർത്ഥ കാമനകൾ പൂർത്തീകരിച്ചതിൻ്റെ ശേഷമാണ് മോക്ഷം സംഭവിക്കുള്ളൂ.
അപ്പോൾ ഒന്നിനെയും തിരസ്കരിക്കണ്ട, പക്ഷേ ഒന്നും അനർഹമാക്കി തീർക്കരുത്, അർഹമല്ലാത്തതാക്കി തീർക്കരുത്. അങ്ങനെയാണ് മനുവിൻ്റെ അപ്പോൾ പറഞ്ഞു വിരോധം വരാത്ത വിധത്തിൽ വിഷയഭോഗങ്ങളെ അനുഭവിച്ചു. ധർമ്മത്തിനും അർത്ഥത്തിനും കാമനകൾക്കും ഭംഗം വരാത്ത രീതിയിൽ ദേവഗായകന്മാരായ ഗന്ധർവന്മാർ അവരുടെ ഭാര്യമാരോട് കൂടി ചേർന്ന് മനുവിൻ്റെ സൽകീർത്തിയെക്കുറിച്ച് ഗാനം ചെയ്യുന്നുവെങ്കിലും സന്ധ്യാകാലത്തിൽ അതിഭക്തിയോടും സന്തോഷത്തോടും കൂടെ ശ്രീഹരിയുടെ കഥകളെ കേട്ടുകൊണ്ട് ദിവസങ്ങളെ കഴിച്ചു. ത്രിസന്ധ്യകൾ, പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യകളിൽ ഈശ്വരോപാസന ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് മനസ്സിന് ആഹ്ലാദം ഉണ്ടാകുന്ന ഗാനാലാപനങ്ങൾ, അവരോഹണങ്ങൾ ഒക്കെ ആവും ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി 34-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. നിഷ്ണാദം യോഗമായാസു മുനിം സ്വയംഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗാനശേഖോർഭഗവൽപരം. യോഗമായ കാര്യങ്ങളിൽ, അതായത് ഐഹിക പദാർത്ഥങ്ങളെ സമ്പാദിക്കുന്നതിൽ സമർത്ഥനാണെങ്കിലും ഭഗവത് ഭക്തനും ബ്രഹ്മപുത്രനും വിചാരശീലനുമായ മനുവിന് വികാരത്തിന് അടിമപ്പെടാതെ വിചാരശീലനാവുക. മനുവിനെ തെറ്റിക്കുവാനായിക്കൊണ്ട് വിഷയപദാർത്ഥങ്ങൾ എപ്പോൾ ശക്തങ്ങളായില്ലയോ അപ്പോൾ വിഷയസുഖങ്ങളെ അനുഭവിച്ചു എന്ന് പൂർവ്വശ്ലോകത്തോട് ചേർന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞില്ല. ഭഗവാന്റെ മായാവിഭൂതികളായിരിക്കുന്ന, അതായത് ഭഗവാന്റെ മായാവിഭൂതികളായിരിക്കുന്ന ഐഹിക പദാർത്ഥങ്ങളെ സമ്പാദിക്കുന്നതിൽ സമർത്ഥനാണെങ്കിലും ഭഗവത് ഭക്തനും സത്യാസത്യ വസ്തുക്കളെ നിരൂപണം ചെയ്യുന്നതിൽ സത്യ അസത്യ വസ്തുക്കളെ നിരൂപണം ചെയ്യുന്നതിൽ മനസ്സിരുത്തിയവനുമായ സ്വയംഭുമനുവിനെ ഐഹിക ഭോഗവിഷയങ്ങൾക്ക് ധർമ്മത്തിൽ നിന്ന് തെറ്റിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, അതായത് ഈശ്വരീയ കാര്യങ്ങൾക്ക് ഭംഗം വരുത്തിയും കൊണ്ട് ഭോഗങ്ങൾ അനുഭവിക്കരുത്. ഈശ്വര ഭക്തിക്ക് പോഷണമായ രീതിയിൽ കൂടെ വേണം കാര്യങ്ങൾ കൊണ്ട് നടത്താൻ. അതാണ് ധർമ്മത്തിൽ നിന്ന് തെറ്റിപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഭഗവത് ഭക്തിക്ക് വിരോധം കൂടാതെ വിഷയഭോഗങ്ങളെ അനുഭവിച്ചു. വളരെ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് അവതരണമാണ് ഈ ശ്ലോകം. ഇത് മനസ്സിലാക്കണം. അപ്പോൾ എന്നോട് ഒരു 95-96 കാര്യങ്ങളിൽ ആൾക്കാർ പറയുണ്ടായി, എന്താ നിങ്ങൾ കുടുംബജീവിതം ഇല്ലേ നിങ്ങൾക്ക്, നിങ്ങളെന്താ ഇങ്ങനെ ഭക്തിപ്രസ്ഥാനമായിട്ട് നടക്കുന്നത്? പക്ഷേ ഇതിൻ്റെ ഗരിമ അവർ മനസ്സിലാക്കിയിട്ടില്ല. അന്ന് മുതൽ തന്നെ നമ്മൾ ഇതിൻ്റെ സത്യ അസത്യ വസ്തുക്കളെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല 2 കുട്ടികൾ, അവർക്ക് വേണ്ട നല്ല വിദ്യാഭ്യാസം, അവർ ശ്രേഷ്ഠമായ രീതിയിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിച്ച് ഞങ്ങൾക്ക് എന്നും പ്രശസ്തിയും പേരും ഭക്തിയും ഉണ്ടാക്കി തരുന്ന കൂട്ടത്തിലാണ്. അതാണ് അതിൻ്റെ ഔചിത്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതങ്ങനെ പറയണം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.